നമുക്ക് ഒരു വിഷമം വന്നാൽ അത് നമ്മൾ തന്നെ അനുഭവിക്കണം. നമുക്ക് വിഷമം ഉണ്ടെന്ന് കരുതി നമ്മുടെ ചുറ്റുമുള്ളവർ സന്തോഷിക്കാതിരിക്കുന്നില്ല. എല്ലാവരും ഉണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവൂ. ഒരു വാക്കായാലും ഒരു പുഞ്ചിരിയായാലും പിന്നീടാകട്ടെ എന്ന് കരുതി മാറ്റി വയ്ക്കാതിരിക്കുക. പിന്നീട് കൊടുക്കാൻ നമ്മളോ വാങ്ങിക്കുവാൻ അവരോ ഉണ്ടായിരിക്കണമെന്നില്ല. ഉള്ളിലുള്ള കാര്യം അറിയാത്ത കാലത്തോളം പുറമേ നിന്ന് നോക്കുന്നവർക്ക് മനോഹരമാണ് മറ്റുള്ളവരുടെ ജീവിതം. പലതവണ വിജയിച്ചവരേക്കാൾ അറിവും അനുഭവജ്ഞാനവും പലതവണ തോറ്റവർക്കായിരിക്കും. ആഗ്രഹിച്ചതിനു വേണ്ടി പോരാടാൻ കഴിയുന്നില്ലെങ്കിൽ നഷ്ടപ്പെട്ടതിനു വേണ്ടി കരയരുത്. നമ്മുടെ ജീവിതം മറ്റാരുടേതോ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട് പലരും പലപ്പോഴും. അതിൽ അർത്ഥമില്ല. പുഴയിലൂടെ താറാവ് നീങ്ങുന്നത് കണ്ടിട്ടില്ലേ? പുറമേ നിന്ന് നോക്കുന്നവർക്ക് തോന്നും എന്തു ഭംഗിയാണ് അവരുടെ വരവ് കാണാനെന്ന്. എന്നാൽ വെള്ളത്തിന് അടിയിലൂടെ നോക്കിയാൽ കാണാം അവ കിടന്ന് കാലിട്ടടിക്കുന്നത്. മനുഷ്യൻ അവരവർക്ക് ഇഷ്ടമുള്ളത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. അവരവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത് മാത്രമേ ഇഷ്ടപ്പെടുകയുമുള്ളൂ. കാലങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാവരിലും മാറ്റങ്ങൾ സംഭവിക്കും. ഇന്ന് നമ്മളെ ചേർത്ത് നിർത്തിയവർ നാളെ നമ്മളെ മാറ്റി നിർത്തിയേക്കാം. അവരുടെ മനസ്സിലെ മുൻഗണന മാറുമ്പോൾ നമ്മുടെ സ്ഥാനത്തിനും മാറ്റം വരാം. ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വിഷമം എത്രത്തോളമുണ്ട്, അതായിരിക്കും നമുക്ക് അയാളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം. അടുത്തുള്ളവയെ അവഗണിച്ചുകൊണ്ട് അകലങ്ങളിലുള്ള സുഖവും സന്തോഷവും തേടിപ്പോകുന്നത് തികച്ചും വിഡ്ഢിത്തമാണ്. അവനവനിൽ നിന്നും ഒന്നും പഠിക്കാത്തവന് അന്യരിൽ നിന്നും ഒന്നും നേടാൻ കഴിയില്ല. ജീവിതത്തിൽ വെളിച്ചം പകരുന്നവരും ഇരുട്ട് പകരുന്നവരുമുണ്ട്. അതിൽ ഇരുട്ട് പകരുന്നവരെ പൂർണ്ണമായും അവഗണിക്കരുത്. കാരണം ഇരുട്ടാണ് വെളിച്ചം എന്തെന്ന തിരിച്ചറിവ് നൽകുന്നത്. നഷ്ടങ്ങളോടും ദുഃഖങ്ങളോടും എപ്പോഴും കടപ്പെട്ടിരിക്കുക. നമ്മുടെ കാഴ്ചകളെ വലുതാക്കിയതിനും മനുഷ്യരെ തിരിച്ചറിയാൻ സഹായിച്ചതിനും ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിപ്പിച്ചതിനും. കൈവിട്ടു പോയതൊക്കെ നഷ്ടങ്ങളാണെന്ന് നിരാശപ്പെടാതെ, കയ്യിലുള്ളത് നഷ്ടപ്പെടുമോ എന്ന് ഭയക്കാതെ ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതം സുന്ദരമാകുന്നത്. നിങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നവരെയും നിങ്ങളുടെ ദുഃഖത്തിൽ ദുഃഖിക്കുന്നവരെയും ഒരിക്കലും മറക്കരുത്. അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു സ്ഥാനം ഉണ്ടായിരിക്കും. നിങ്ങൾ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടും അഭിമുഖീകരിച്ചുകൊണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതം വളരെ എളുപ്പമാണ്. മറിച്ച് നിങ്ങൾ അത്യാഗ്രഹത്തിലും സ്വപ്നലോകങ്ങളിലും മാത്രം ജീവിക്കുകയാണെങ്കിൽ ജീവിതം വളരെ കഠിനമേറിയതായിരിക്കും. താങ്ങി നിർത്താൻ ആരുമില്ല എന്ന തിരിച്ചറിവിൽ വേണം നാം ജീവിക്കേണ്ടത്. എങ്കിൽ മാത്രമേ തകർന്നു പോകുന്ന ഓരോ അവസ്ഥയിലും നമുക്ക് തളർന്നു വീഴാതിരിക്കാൻ കഴിയൂ. നിങ്ങളുടെ ചിന്തയുടെ ഗുണനിലവാരം പോലെ ആയിരിക്കും നിങ്ങളുടെ സന്തോഷവും.